ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ലസാന്യ ഒരു ഇറ്റാലിയൻ വിഭവമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ലസാന്യ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് പാസ്ത ഷീറ്റ് ഉണ്ടാക്കണം. അതിന് 1.5 കപ്പ് മൈദ, ഉപ്പ്, ഓയില്, വെള്ളമൊഴിച്ച് നല്ലൊരു ഡോ തയ്യാറാക്കണം. ഡോ തയ്യാറാക്കി ഇനി ഇത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു തുണിയിട്ട് മൂടിയിട്ട് അടപ്പിട്ട് അടച്ച് മതി. 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അവിടെ ഇരിക്കട്ടെ. വൈറ്റ് സോസും വേണം, റെഡ് സോസും വേണം. ഇനി എങ്ങനെയാണ് വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് റെഡ് സോസ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സോസിന് വേണ്ടി നമുക്ക് ബട്ടർ, മൈദ, പാല്, ഒറിഗാനോ, സാൾട്ട് ഇത്രയും വേണം. സോസിന് വേണ്ടി നമ്മൾ 3 ടൊമാറ്റോ എടുത്തു. അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് നല്ലോണം ഒന്ന് വേവിക്കുക. അത് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ 3 സ്പൂൺ ബട്ടർ ഇട്ടു. അത് നന്നായിട്ട് ഉരുകട്ടെ. ഇത് വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടു. അല്ലെങ്കിൽ കുറച്ച് ഉപ്പിടണം. ഇനി നമുക്ക് മൈദ ഇടാം. 3 ടേബിൾ സ്പൂൺ ബട്ടറിന് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ടു. മൈദ നന്നായിട്ട് മൂക്കട്ടെ. 1 കപ്പ് പാലൊഴിക്കണം. സിമ്മ 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ടു മതി. ഇനി വൈറ്റ് സോസ് റെഡിയായി. നമുക്കിത് മാറ്റി വെക്കാം. സോസിന് വേണ്ടിയിട്ട്, റെഡ് ചില്ലി സോസിന് വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ നന്നായിട്ട് വേവിച്ചു. ഇനി ഇത് വാങ്ങി തണുക്കാൻ വെക്കണം. നല്ല സോഫ്റ്റ് ഡോ ആയി. ഈ ടൊമാറ്റോ തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് പാസ്ത ഷീറ്റ് ഉണ്ടാക്കണം. നല്ല കനം കുറഞ്ഞ്. അതിൽ തിന്നായിട്ട് പരത്താൻ വേണ്ടി ഞാൻ ആദ്യം ഇങ്ങനെ ചെറിയ അതായിട്ട് പരത്തും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇത് വെക്കും. ഇനി 4 കൂടെ വെച്ച് പരത്തിയ വളരെ തിന്നായിട്ട് നമുക്ക് കിട്ടും. വേറെ കിട്ടുകയും ചെയ്യും. ഇതാ നമുക്ക് പരത്താൻ എളുപ്പം, തിന്നായിട്ട് പരത്താൻ എളുപ്പം. ഇതെല്ലാം നന്നായിട്ട് പരത്തി. ഇനി ഇത് നമ്മൾ ഫാൻ ഇട്ടൊന്ന് ഉണക്കണം. റെഡ് ചില്ലി സോസ് റെഡി ആകുമ്പോഴത്തേക്ക്. തണുത്തപ്പം ഞാൻ അരച്ചു കൊണ്ട് വെച്ചിരിക്കുക. നല്ല വൃത്തിയായിട്ട് അരയ്ക്കണം. ഇനി ഇതിലേക്ക് 2-3 സ്പൂൺ ഓയിലൊഴിച്ച് വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിക്കണം. വെളുത്തുള്ളി ഒരു ചെറിയ സവാളയും കൂടെ ചുമക്കുന്ന വരെ മൂപ്പിക്കണം. ഇത് നന്നായിട്ട് മൂത്തു. അപ്പം നമ്മൾ ടൊമാറ്റോ അരച്ച് വെച്ച് ചേർത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണം. അത് ഞാൻ മിക്സി കഴുകി ആ വെള്ളം അങ്ങ് ഒഴിച്ചു. 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ്. ഇത് തന്നെയാണ് നമ്മൾ പാസ്തയ്ക്ക് എടുക്കുന്ന സോസ്. പാസ്ത സോസ് റെഡിയായി. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രം അടുപ്പേ വെച്ച് 2-3 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒഴിക്കണം. ഏത് വെജിറ്റബിൾസ് വേണേലും ഉപയോഗിക്കാം. ഞാൻ സവാള, ബീൻസ്, കോൺ, ക്യാരറ്റ്, പൊട്ടറ്റോ, എല്ലാ കളറിലുള്ള കാപ്സിക്കം നന്നായിട്ടൊരു 10 മിനിറ്റ് വഴറ്റണം. ഉപ്പും കൂടി ഇട്ടിട്ട് 1 ടീസ്പൂൺ ഒറിഗാനോ, പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്. ഇത് പാകമായി. നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ റെഡ് ചില്ലി സോസ് കുറച്ചൊഴിക്കണം. നല്ല
വൃത്തിയായിരിക്കുക. വൈറ്റ് സോസ് ഒഴിക്കുക. ചീസ് ഗ്രേറ്റ് ചെയ്തത്, ഫ്ലെക്സ്, ഒറിഗാനോ, ചില്ലി സോസും വൈറ്റ് സോസും ഉണ്ടാക്കി വെച്ചാൽ ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലെയറായിട്ട് എല്ലാം വെക്കും. ഞാൻ ചീസുമൊക്കെ ഇട്ടു. ഇനി കുറച്ചും കൂടെ ഏറ്റവും മേളിലത്തെ ലെയറായത്. ഇനി ഒരു 20, 25, 30 മിനിറ്റ് വരെ അത് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ അടച്ചു വെക്കുക. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി നോക്കണം. തുറന്ന് നോക്കി ചീസൊക്കെ എല്ലായിടും ഒരുപോലെ ഒന്നാക്കണം. വീണ്ടും അടയ്ക്കാം. ലസാനിയ ശരിയായി. കണ്ടോ, ചീസിൻ്റെ ഇതിങ്ങനെ കൊമളിച്ച് വരും. അപ്പോൾ ഇത് ശരിയായി. നമുക്കിനി ഇത് തണുത്തിട്ടെടുക്കാം. ലസാനിയ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വൈറ്റ് സോസും റെഡ് സോസും നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇത് പിന്നെ ഇവിടെയും ഉണ്ടാക്കാം. ആകെ 1/2 മണിക്കൂർ മതി.